ഓർത്തഡോക്സ് ചർച്ച് സൺഡേ സ്കൂൾ യൂണിറ്റ് നിങ്ങൾക്ക് വേണ്ടി അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ഒരു ഹ്രസ്വ ദൃശ്യാവിഷ്കാരം. ഫാമിലി ക്വാളിറ്റി ടൈം ചേഞ്ച് ടു സ്ക്രീൻ ടൈം. ബെല്ലടിച്ചത് നിങ്ങൾ ആരും കേട്ടില്ലേ? ഇതെന്താ ഡോറോർക്ക് ഇത്ര സമയം എടുത്തേ? ഞാൻ കിച്ചണിലായിരുന്നു. ദേ ഇത് കണ്ടില്ലേ? ഞാൻ ഇപ്പൊ കോഫി കൊണ്ടുവരാട്ടോ. ഇവന്മാര് ഫുൾ ടൈം ഇതിനകത്താണല്ലോ. ഇവരെന്തോ ഈ കാണുന്നേ? ഡാ, നീ ഇതിനകത്ത് എന്ത് കണ്ടോണ്ടിരിക്കുന്നേ? ആ ഡാഡിയോ? ഇതൊരു മൂവി ക്ലിപ്പാ, ക്രിസ്ത്യൻ മൂവി ക്ലിപ്പ്. ആ നടക്കട്ടെ. നീ എന്താ ചെയ്യുന്നേ? അവിടെ കണ്ണും മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇവിടെ കണ്ണും ചെവിയും അടഞ്ഞിരിക്കുക. എന്താ ഡാഡി? നീ എന്താ ഈ ചെയ്യുന്നേ? ഞാനൊരു പാട്ട് സെർച്ച് ചെയ്തായിരുന്നു, എനിക്ക് ചർച്ചിൽ പാടാൻ വേണ്ടി. ദാ കോഫി. ഇതെന്താ ഇത്? അത് ഞാൻ യൂട്യൂബിൽ നോക്കി പുതിയൊരു സംഭവം ട്രൈ ചെയ്തയാ. ക്യാപിച്ചിനോ എന്ന് പറയും. എങ്ങനെയുണ്ട്? അപ്പോ നീയും അതിലായിരുന്നോ? ഭാഗ്യം, ക്രിസ്ത്യൻ ക്യാപ്പച്ചിൻ എന്ന് പറയാത്തത്. ആ ജോസോ, കേറി വാ. ചേട്ടൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വാ ജോസെ, ഇരിക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടിട്ട് കുറെ നാളായല്ലോ. നല്ല വിശേഷം, ദൈവകൃപയിൽ ഇങ്ങനെയൊക്കെ പോകുന്നു. ആ റോയ് മോൻ അങ്ങ് ആകെ ബിസിയാണല്ലോ. ഇല്ല അങ്കിളെ, ഫേസ്ബുക്കും കൂടെ നോക്കിയിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചതാ. നീ അല്ലേ പറഞ്ഞേ ക്രിസ്ത്യൻ മൂവി കണ്ടോണ്ടിരിക്കുവായിരുന്നു? ഇപ്പൊ ഫേസ്ബുക്ക് ആയോ? അത് ഷോർട്സ് ആയിരുന്നു ഡാഡി. ആ ഡാഡിക്ക് മനസ്സിലാവത്തില്ല. ഇനി ഫേസ്ബുക്കിൽ നിന്ന് എങ്ങോട്ടാണാകും? നീ പോയി വല്ലതും പഠിക്ക്. ഇന്നത്തെ കാലത്ത് എല്ലാരും ഇതൊക്കെ തന്നെയാ. അത് ശരി, നീ ഇപ്പൊ എന്തേ ചെയ്യുന്നേ? ഓ ഒന്നുമില്ല, ഞാനൊന്ന് ചുമ്മാ ക്രിക്കറ്റിന്റെ സ്കോർ നോക്കിയതാ. എന്തേലും ഒരു കാര്യത്തിന് വേണ്ടി ഇതിൽ കേറിയാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു പോക്ക. പിന്നെ എങ്ങോട്ടാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ചുമ്മാ സമയം കളയാനായിട്ട് ഒരു എക്സ്ക്യൂസും. ആ അത് ശരിയാ, പറഞ്ഞത് കാര്യമില്ലാണ്ടില്ല. ജോസെ, ഒരു 5 minutes ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. നമുക്ക് മോളയുടെ ഒരു ഫ്രണ്ട് ക്രിസ്ത്യൻ കൗൺസിലർ, അവിടെ വരെ ഒന്ന് പോകണം. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. മനുഷ്യന്റെ ചിന്താശക്തിയെ മുഴുവനായി കീഴടക്കി സോഷ്യൽ മീഡിയ വാഴുന്ന കാലഘട്ടം. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ മീഡിയയ്ക്ക് അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കുടുംബങ്ങളിൽ പരസ്പരം സംവാദങ്ങളും കൂട്ടായ്മകളും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. മാതാപിതാക്കളും സഹോദരങ്ങളും കൂട്ടുകാരുമൊക്കെയായി ഒരുമിച്ച് സന്തോഷം പങ്കിട്ടിരുന്ന ആ സുവർണ കാലഘട്ടം ഇല്ലാതെയായിരിക്കുന്നു. ഒരേ ഒരു ചോദ്യം: ഈ ലോകം എങ്ങോട്ട്? തുടർന്ന് കാണുക. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. മോളിയുടെ ഹസ്ബൻഡ് അല്ലേ? ആ അതെ അതെ, ഇതെന്റെ ഫ്രണ്ട് ജോസ്. ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളൊരു സീരിയസ് കാര്യം സംസാരിക്കാനായിട്ടാണ് വന്നത്. ഇന്നത്തെ കാലത്ത് ഈ യങ്സ്റ്റേഴ്സിനിടയിലുള്ള ഈ അമിതമായ ഫോൺ യൂസേജ് ഉണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ഇഷ്യൂ. ഞങ്ങൾ എന്തേലും ചോദിക്കുമ്പോൾ അവർ എക്സ്ക്യൂസ് ആയിട്ട് സ്പിരിച്വൽ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളതാണെന്നേ പറയത്തുള്ളൂ. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ. പക്ഷെ ഇത് യങ്സ്റ്റേഴ്സിന് മാത്രമുള്ള ഒരു പ്രശ്നമല്ല കേട്ടോ, എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബാറ്റിൽ പോലെയാണ്, ബാറ്റിൽ ഓഫ് മൈൻഡ്. യുദ്ധമോ? ആ, യുദ്ധം പോലെ തന്നെ, ചിന്തകളെ കീഴടക്കാനുള്ള യുദ്ധം. മാഡം, സ്പിരിച്വൽ കാര്യങ്ങളല്ലേ നല്ല കാര്യം കാണുന്നതിന് എന്താ പ്രശ്നം? അത് അങ്ങനെയല്ല. നമ്മൾ എന്ത് കാണുമ്പോഴും നമ്മുടെ മനസ്സിലും ശരീരത്തിലും കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെ? മനസ്സിലായില്ലല്ലോ. നമ്മളിത് കാണുമ്പോഴെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അത് നമുക്കൊരു ഗുഡ് ഫീലിംഗ് ആണ് തരുന്നത്. ഞാൻ പറയാം, നമുക്കൊക്കെ എന്തെങ്കിലും അപ്രീസിയേഷൻ ഓർ റിവാർഡ് കിട്ടുമ്പോൾ എന്താണ് സാധാരണയായി തോന്നാറ്? നല്ല സന്തോഷം തോന്നും, അങ്ങനല്ലേ? അതെ, ആ സന്തോഷം നമ്മളെ വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യാനായി എൻകറേജ് ചെയ്യും, അല്ലേ? ഇതുപോലെ തന്നെയുള്ള ഫീലിംഗ് ആണ് സ്ക്രീനിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ഗുഡ് ഫീലിംഗ് ഒരു സ്റ്റിമുലസ് ആണ്.
അതിലേക്ക് വീണ്ടും വീണ്ടും പോകുവാൻ. മാഡം, നല്ല കാര്യങ്ങൾ കാണുന്ന സ്റ്റിമുലസ് ആണെങ്കിൽ അതൊരു തെറ്റല്ലല്ലോ. എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവർക്കും നല്ലതാകണമെന്നില്ല. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യൻസ് 10:23, അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആത്മീയ വർധന വരുത്തുന്നതാണോ എന്നൂടെ നോക്കണം. അതിന് സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അല്ല, ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ മിക്ക കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഒന്നായി മാറി ഇപ്പോൾ. പക്ഷേ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. നമുക്കെല്ലാവർക്കും ദൈവം ഒരുപോലെ നൽകിയിട്ടുള്ള ഒന്നാണ് ടൈം. അതായത് ഒരു ദിവസത്തിലെ 24 മണിക്കൂർ എന്നത് എല്ലാവർക്കും തുല്യമായി നൽകപ്പെട്ടതാണ്. ഈ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നമ്മളുടെ കയ്യിലാണ്. നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ ജഡത്തെയാണോ ആത്മാവിനെയാണോ പോഷിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ എങ്ങനെ നടക്കാനാ? അത്ര എളുപ്പമാണോ? ഏതു പ്രായക്കാരിലും ഇതിന്റെ ഉപയോഗത്തിൽ റിസ്ട്രിക്ഷൻ വെക്കണം. ഇത് കേൾക്കുമ്പോൾ നടക്കാത്ത ഒരു കാര്യമാണെന്ന് തോന്നിയാലും ഫിലിപ്പീൻസ് 4:13 പറയുന്നത് പോലെ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലാക്കിലേക്ക് ഓട്ടം തന്നെ തെറ്റിച്ചു കളയാമല്ലോ. അതെ, തീർച്ചയായും. താങ്ക് യു മാഡം. ശരി, അപ്പോ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. അടുത്തൊരു രംഗത്തോടുകൂടി ഈ സ്കിറ്റ് പര്യവസാനിക്കുന്നതാണ്. അതിനു മുൻപ് ഈ ചെറിയ ശ്രമം തങ്ങളുടെ അഭിനയ മികവ് കൊണ്ട് നിങ്ങളുടെ മനസ്സുകളിൽ എത്തിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ഡാഡിയായി അഭിനയിച്ചത് ജെറോം റെജി, മദർ ഏഞ്ചല ഷോബി വർഗീസ്, ക്രിസ്ത്യൻ കൗൺസിലർ അലീന ബിനോയ് വർഗീസ്, ജോസ് ആലോൺ ടോംസ് അജി, സൺ ഏബിൾ ഷോബി, ഡോട്ടർ ജോർദാന റെജി. ഈ സ്കിറ്റ് ഡയറക്ട് ചെയ്തത് ശ്രീമതി ഡെയ്സി വർഗീസ്. ഇതെന്താ കിട്ടാത്തെ? കൊറേ നേരമായല്ലോ കറങ്ങാൻ തുടങ്ങിയിട്ട്. നിനക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ? ഓ, നിനക്കും കിട്ടുന്നില്ല? അപ്പൊ നെറ്റ് തീർന്നല്ലേ? അതെങ്ങനെ? നീ ഫുൾ ടൈം ഇതിനകത്തല്ലേ? അപ്പൊ നീയോ? ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഡാഡി വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. ഞാനും പറഞ്ഞു കൊടുക്കും. ഞാൻ മാത്രമല്ലല്ലോ ഇത് ഉപയോഗിക്കുന്നത്. മോനെ, ഒന്നിങ്ങ വന്നേ. ഡാ മോനെ, ഇതെന്താ പറ്റിയേ? ഒന്നും വരുന്നില്ലല്ലോ. ഒന്നും നോക്കാനില്ല അമ്മി, നെറ്റ് തീർന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? കറി പാതി വഴി ആയിട്ടുള്ളൂ. മമ്മി ഡാഡിയെ വിളിച്ച് പറഞ്ഞാൽ മതി ഇത് റീചാർജ് ചെയ്യാൻ. അപ്പെല്ലാം ശരിയോ? ആ, ഡാഡി എത്തിയെന്നാ തോന്നുന്നേ. എന്തായി പോയിട്ട്? അവരെ കാണാൻ പറ്റിയോ? ജോസ് എന്തി? അവൻ വന്ന വഴി പോയി. ഇതെന്താ പതിവില്ലാത്ത ഒരു കാഴ്ച? നെറ്റ് തീർന്നു. ആ, വെറുതെ അല്ല ഡാഡി, ഞാനല്ല, ഏമിയാ ഫുൾ യൂസ് ചെയ്തത്. അല്ല ഡാഡി, ഇവനാ. ഡാഡി വന്നപ്പോ കണ്ടതല്ലേ. നീ ചുമ്മാ ഇല്ലാത്ത കാര്യം പറയല്ലേ. ഞാൻ ആകെ യൂട്യൂബ് മാത്രമേ കാണാറുള്ളൂ. ഇവനോ? നിർത്ത്, രണ്ടുപേരോട് ഇരിക്കും. എനിക്ക് നിങ്ങളോടൊക്കെ കാര്യം പറയാനുണ്ട്. ഇതെന്താ ഒരു കഴിഞ്ഞ മണം വരുന്നുണ്ടല്ലോ? അയ്യോ, എന്റെ കറി. നിങ്ങളോട് എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. മക്കളെ, ഇന്നത്തെ കാലത്ത് ഫോണിന്റെ ആവശ്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. ഇറ്റ് മേക്സ് തിങ്സ് ഈസിലി അക്സസിബിൾ. ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ഡിവൈസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ യൂസേജ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ it will open a wide gate to destruction. But Dad, we are not seeing anything bad. Do you remember what Eve said when she saw the tree? No. It's good to eat. It was not only good for food, but also pleasing to the eyes and good to make one wise. അതുപോലെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പല ഓപ്ഷൻസും. നമ്മൾ ഈ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ അത് ഒരു ഓർമ്മയായി മാറും. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഈ ഓർമ്മകൾ നമ്മളെ വീണ്ടും ഫോണിലോട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണ്ടേ ഡാഡി?
It is written in the Bible that we are to bring every thought to the obedience of Christ. എന്നാലേ നമുക്ക് ഇതിന്റെ യൂസേജ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ ഇതിൽ കണ്ടിന്യൂസ് ആയിരിക്കുവാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാതെ വരും. കാരണം നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ ഇന്ന് കണ്ട ക്രിസ്ത്യൻ വീഡിയോസിന്റെ ഒരു എഫക്റ്റ് പോലും നിങ്ങളിൽ കാണുന്നില്ല. ഡാഡി പറയുന്നതാ ശരി. ഐ എം സോറി ഡാഡ്, ഐ എം സോറി എമി. ഇപ്പോഴാ ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. ഇന്ന് തൊട്ട് ഡാഡി പറയുന്ന പോലെ ചെയ്യാം. ഞങ്ങളുടെ ഈ ചെറിയ ശ്രമം വിജയകരമായി പൂർത്തീകരിക്കാൻ ചെയ്ത സപ്പോർട്ടിന് ആത്മാർത്ഥമായി എല്ലാവരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദൈവം എല്ലാവരെയും അളവറ്റ് അനുഗ്രഹിക്കട്ടെ.